ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. കുട്ടിക്ക് ജന്മം നൽകുന്നതിന് മുമ്പും ആ കുട്ടി ജനിച്ചതിന് ശേഷം നിങ്ങൾ അനുഭവിച്ച ഓരോ യാതനയും വേദനയൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരേണ്ടതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കുട്ടി ജനിക്കുന്നത് വരെ നിങ്ങൾ സ്വപ്നം കണ്ടതും ജനിച്ചതിന് ശേഷം ഒരു ഭിന്നശേഷി കുട്ടികൾ അവിടെ നിന്ന് മനസ്സിലാക്കണം, എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ തന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. നിങ്ങളതിന് ഫിറ്റ് എന്ന് ദൈവം തമ്പുരാൻ പ്രൂവ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് തന്നെ അത് ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറം എനിക്ക് തന്നല്ലോ, എൻ്റെ അടുത്തുള്ള അയൽവാസിക്ക് കിട്ടിയില്ലല്ലോ, അതിന് അയൽവാസി ഫിറ്റല്ലാത്തത് കൊണ്ടാണ് അവർക്ക് കിട്ടാത്തതും നിങ്ങൾക്ക് കിട്ടിയതും. നിങ്ങൾ അവരെ സഹനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ അവരെ വളർത്തുമെന്ന കോൺഫിഡൻസ് ദൈവം തമ്പുരാൻ ഫിക്സ് ചെയ്തത് നിങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങളാണ് അതിൽ ഫിറ്റെന്ന് പ്രൂവ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടിയെ തന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളോട് ആദ്യം പറയുന്നത്, എല്ലായിടത്തും പറയുന്ന പോലെ ജനിച്ചത് മുതൽ ചിലപ്പോൾ ആ കുട്ടിയുടെ മരണം വരെ ഈ ഉമ്മമാരെ കുറേ നേരിട്ട് അവരോട് അനുഭവം പങ്കുവെക്കുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു മരിച്ച വീട്ടിൽ പോകാൻ പറ്റില്ല, ഒരു കുടുംബ വീട്ടിൽ പോലും പോകാൻ പറ്റില്ല. നിങ്ങളെ തേടി അവർ വരും, നിങ്ങളാണ് ഗസ്റ്റ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. എന്താ ഇതിൻ്റെ അകത്ത് ഒരു 550 ഉമ്മമാരെ ആദരിക്കുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ വിളിച്ചപ്പോൾ തന്നെ സജ്ജന ഡോക്ടറൊക്കെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് വരും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരാഴ്ചയായി ഓരോരോ പരിപാടിയുടെ ചുറ്റുപാടിലാണ്. ഞാൻ ഒരു ഇന്ത്യൻ പര്യടനം നടത്തി, ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങൾ കണ്ടു. ഞാൻ എന്നും ഞാൻ കേരളത്തിൽ പഠിച്ചു വളർന്ന് കേരളത്തിൻ്റെ തനിമയാർന്ന ജീവിതം പകർത്തുന്ന ആളാണ്. കേരളത്തിലെ ഈ അയ്യോ മനോഭാവമാണ് കേരളത്തെ ഭിന്നശേഷി മേഖലയിൽ പിന്നോട്ടടിക്കുന്നത് ഞാൻ കണ്ടെത്തി, അതിനെ പഠനം നടത്തി, അതിന് പറയുന്ന ആളാണ് ഞാൻ. വ്യക്തമായി ഒരാൾക്കും അയ്യോ പാവം ഇവനൊന്നിനും കൊള്ളില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ പോകേണ്ടി വരും. എനിക്ക് എൻ്റെ ഉമ്മയെ കണ്ടിട്ടില്ല. ജനിച്ചു വീണ് 1 or 2 വയസ്സിൽ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വയസ്സിലും എന്നെ കണ്ടപ്പോൾ തന്നെ ഇവനെ വളർത്തണോ, ഇവനെ തല്ലിക്കൊല്ലണോ എന്നൊക്കെ ചിന്തിച്ചെടുത്തുനിന്ന് എൻ്റെ ഉമ്മ പറഞ്ഞതാണ്, നിങ്ങൾ ആരെയും നോക്കിയിട്ടില്ലെങ്കിലും ഈ മകനെ നോക്കണം. അതാണ് ഈ മകൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത് ഉമ്മയുടെ കഴിവാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തന്നത് ഒരു തരത്തിൽ നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ വേറെ ഏതോ തരത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളൊന്ന് ചിരിച്ചോ, നിങ്ങളുടെ ലൈഫ് സൈക്കിൾ ഒന്ന് എടുത്തോ. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നു, എന്തൊക്കെ അസ്വസ്ഥത വരുന്നു, എന്തൊക്കെ സങ്കടം വരുന്നു, അതിനപ്പുറം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് താൻ. അത് മറച്ചു വച്ച് വരുന്ന സങ്കടത്തിന് മാത്രം ഒന്നിച്ച് കിടക്കല്ലേ. നിങ്ങൾക്കൊരു വീട്ടിലും പോകണ്ട, അതിന് സങ്കടപ്പെടണ്ട, നിങ്ങളതിൽ പോവണ്ടെന്ന് ദൈവം തീരുമാനിച്ചതാണ്. മരിച്ച വീട്ടിലോ കല്യാണ വീട്ടിലോ നിങ്ങൾ അവരെ തേടി വരും, അവർ നിങ്ങളെ തേടി വരും എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ നീങ്ങണം. ഒന്നാമതായും രണ്ടാമതായും ഇവിടെ എല്ലാവരും നെഗറ്റീവ് പറയുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ചർച്ച ചെയ്ത സബ്ജക്റ്റാണ് കുട്ടികളെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. വ്യക്തമായി ചാനൽ വന്നപ്പോൾ ഞാൻ ചാനലിനോട് പറഞ്ഞിരുന്നു, 1-2 കേസിന് വേണ്ടി നിങ്ങൾ നെഗറ്റീവ് ഇമ്പാക്റ്റിന് വേണ്ടി പ്രയം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളെ വളർത്തുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നിങ്ങൾ കാണാതെ പോകരുത്. ഒരു കുട്ടിക്ക് വേണ്ടി നെക്കിക്കൊന്നതോ അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ചെയ്തതിന് അവരെ ഞാൻ ന്യായീകരിക്കുകയല്ല. പകരം അതിനപ്പുറം ലക്ഷക്കണക്കിന് ഉമ്മമാർ കുട്ടികളെ വളർത്തി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് കൂടി നിങ്ങൾ മീഡിയാസിൽ കൊണ്ടുവരണം. അതെവിടെയും കൊണ്ടുവരാറില്ലല്ലോ. ഒന്നാമതായും അതേപോലത്തെ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുകയാണ്. ഉമ്മമാർ എന്നോടൊന്നും പറയാം, ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കുട്ടികൾ മരിച്ചാൽ മതി. ഇത് ഞാൻ കുറേ സ്ഥലത്ത് കേട്ടതാണ്. എന്തിനാണ് അങ്ങനെ? നിങ്ങളെ ദൈവം കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശേഷവും ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ വേറൊരു പകരക്കാരനെ കണ്ടുവച്ചിട്ട് നിങ്ങൾ പോകുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഞാൻ പോയാൽ ഈ കുട്ടി ആര് നോക്കും? അങ്ങനെ ഒരിക്കലും തോന്നാനേ പാടില്ല. ഞാൻ പറയാണ്, എല്ലാ ക്ലാസ്സിലും തോറ്റ ആളാണ് ഞാൻ. എൻ്റെ ഉമ്മ 3 വയസ്സുള്ള മോനെ, എനിക്ക് എൻ്റെ ഉമ്മയെ മുഖം കണ്ടിട്ടില്ല. അതാ ഞാൻ ഉമ്മമാരുടെ പരിപാടി വന്നപ്പോൾ വേറൊരു പരിപാടി വേണ്ട ഇതിന് അത്ര വാല്യൂ കൊടുക്കുന്നത്. നിങ്ങളുടെ മുഖത്തെ ചിരി വേണം. എനിക്ക് ആ ചിരി കണ്ടിട്ടേ പോകാൻ പറ്റൂ. കാരണം എനിക്ക് പലരെയും അറിയാം. ഞാൻ പല പരിപാടിയും പങ്കെടുത്തുകൊണ്ട് കുറേ ആളുകളെ എനിക്കറിയാം. എന്നെ കണ്ടപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ. എന്നെ കണ്ടാൽ നിങ്ങൾ ചിരിക്കും. അതാണ് എൻ്റെ മോട്ടിവേഷൻ. നിങ്ങളെ കണ്ടാൽ ഞാൻ ചിരിക്കും. കാരണം നിങ്ങൾ ചിരിച്ച് കാണണം. നിങ്ങൾ വില കുറച്ച് കാണല്ലേ. നിങ്ങളെ കണ്ട് ഈ സമൂഹം പഠിക്കണം. നിങ്ങളാണ് ബെസ്റ്റ് സൈക്കാട്രിസ്റ്റ്, നിങ്ങളാണ് ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങളാണ് ബെസ്റ്റ് പാരൻറ്റ്.
അല്ലാതെ വെറുതെ ക്ലാസ്സിലൊന്നും പോകണ്ട. എല്ലാം നിങ്ങളാണ്. നിങ്ങളിലേക്ക് ചൂണ്ടണം സമൂഹം. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ നോർമലല്ല, ഡിഫറെൻറ്റ് ലേബിൾഡായിരുന്നു. ഞാൻ ഹെലൻ കെല്ലറിലേക്ക് എത്തിയത് ഭിന്നശേഷിക്കാരനായതുകൊണ്ടാണ്. ഞാനൊരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ആ ചെറിയ ദ്വീപിൽ ചെറിയ തുരുത്തിൽ മാത്രമുണ്ടാകുന്ന ഞാൻ രാജ്യത്തും ലോകത്തും അറിയപ്പെടാൻ കാരണം ഞാനൊരു ഭിന്നശേഷിക്കാരനായത് അഭിമാനത്തോടെ പറയും. ഇവിടെ ഇവരിങ്ങനെ 550 ഉമ്മമാരെ ആദരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ പറ്റും? ഞാനിപ്പോൾ വന്ന് കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചതിനപ്പുറമാണ് ഇവിടുത്തെ ആളുകൾ ചെയ്തു വെച്ചത്. അതിനോട് ഉറച്ച പിന്തുണക്കാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഇന്ന്